ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരളം. ഹരിതാഭയാർന്ന സ്വച്ഛമായ ഭൂഭാഗം, വികസനത്തിൻ്റെ പാതയിൽ അതിവേഗം മുന്നേറുന്ന ദേശം. ഈ നാടിൻ്റെ പ്രകൃതിയെ, ആവാസ വ്യവസ്ഥിതിയെ മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഒരു വലിയ പ്രസ്ഥാനം ഇങ്ങ് പാലക്കാട് കഞ്ചിക്കോട് സദാ പ്രവർത്തനനിരതമായിരിക്കുന്നു. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന 35 ടണ്ണോളം ആശുപത്രി മാലിന്യം പ്രതിദിനം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന കേരളത്തിലെ ഏക കേന്ദ്രീകൃത ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഫെസിലിറ്റി ഇമേജ്. IMA ഗോസ് ഇക്കോ ഫ്രണ്ട്ലി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിൻ്റെ നാടിനായുള്ള മഹത്തായ സംഭാവന. ഇത്തരം ഒരു സംവിധാനം കെട്ടിപ്പടുത്താൻ സർക്കാരുകൾക്ക് പോലും നാളിതുവരെ സാധിക്കാത്തിടത്ത് IMAയ്ക്ക് വളരെ വിജയകരമായി ഇത് സാധിക്കുന്നു എന്നത് IMA നേതൃത്വത്തിൻ്റെ കാര്യപ്രാപ്തിയുടെ, സാമൂഹ്യ പ്രതിബദ്ധതയുടെ സാക്ഷ്യപത്രമാണ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് 2016 നിഷ്കർഷിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ പ്ലാന്റാണ് ഇന്ന് ഇമേജ്. രോഗനിർണയത്തിൻ്റെയോ ചികിത്സയുടെയോ രോഗപ്രതിരോധ പ്രവർത്തനത്തിൻ്റെയോ പരീക്ഷണങ്ങളുടെയോ ഭാഗമായി മനുഷ്യരിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ വരുന്ന ആശുപത്രികളും ആരോഗ്യ അനുബന്ധ സ്ഥാപനങ്ങളും പുറംതള്ളുന്ന മാലിന്യങ്ങളാണ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണം എന്ന ബൃഹത്തായ പദ്ധതിയിൽ പ്രധാനമായും 5 പ്രക്രിയകളാണ് ഉള്ളത്. സെഗ്രിഗേഷൻ അഥവാ തരംതിരിക്കൽ, കളക്ഷൻ അഥവാ ശേഖരണം, ട്രാൻസ്പോർട്ടേഷൻ അഥവാ നീക്കം ചെയ്യൽ, സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ് അഥവാ ശാസ്ത്രീയ സംസ്കരണം, ഡിസ്പോസൽ അഥവാ നിർമ്മാർജ്ജനം. ആശുപത്രി മാലിന്യങ്ങളെ ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് ശേഖരിക്കുകയാണ് ഈ പ്രക്രിയയിലെ ആദ്യപടി. ഇതിനായി മഞ്ഞ, ചുവപ്പ്, നീല, വെള്ള തുടങ്ങി വ്യത്യസ്ത കളർ കോഡഡ് കണ്ടെയ്നേഴ്സ് ഉപയോഗിക്കപ്പെടുന്നു. മഞ്ഞ നിറത്തിലെ സംഭരണിയിലെ മഞ്ഞ കവറിൽ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്ന ശരീരഭാഗങ്ങൾ, അവയവങ്ങൾ, പ്ലസൻറ്റ അഥവാ മറുപിള്ള, മുറിവുകൾ വൃത്തിയാക്കുന്ന തുണി, പഞ്ഞി, ഒടിവ് ചതവ് ചികിത്സയ്ക്കുള്ള പ്ലാസ്റ്റർ ഓഫ് പാരിസ്, ഉപയോഗശേഷമുള്ള രക്തഘടക ശേഖരം, ലാബ് പരിശോധന അവശിഷ്ടങ്ങൾ, ഫേസ് മാസ്ക് മുതലായവ ശേഖരിക്കപ്പെടുന്നു. ചുവന്ന ബാഗിൽ പ്ലാസ്റ്റിക് നിർമ്മിത മൂത്രം ശേഖരിക്കുന്ന യൂറിൻ ബാഗ്, കത്തീറ്റർ, ഭക്ഷണം കൊടുക്കുന്ന ഫീഡിംഗ് ട്യൂബുകൾ, കയ്യുറകൾ, ഡ്രിപ്പ് കൊടുക്കുന്ന ട്യൂബുകൾ, ഇൻഫ്യൂഷൻ സെറ്റ്, പ്ലാസ്റ്റിക് നിർമ്മിത IV ബോട്ടിൽ, മെഡിസിൻ ബോട്ടിൽ, സിറിഞ്ചസ്, ഡയാലിസിസ് കിറ്റ്, നീഡിൽ ക്യാപ്പ് മുതലായവ ശേഖരിക്കുന്നു. സൂചി, ബ്ലേഡ്, ലാൻസെറ്റ് തുടങ്ങിയ ലോഹനിർമ്മിത മൂർച്ചയേറിയ മാലിന്യങ്ങൾ ദൃഢമായ വെള്ള കണ്ടെയ്നറിലും, ഗ്ലാസ് നിർമ്മിത പൊട്ടിയ ആംപ്യൂൾ, മെഡിസിൻ വയൽ മുതലായവ ദൃഢമായ നീലപാത്രത്തിലുമായി തരംതിരിച്ച് നിക്ഷേപിക്കുന്നു. ഓരോ സ്ഥാപനത്തിലെ ജീവനക്കാർക്കും ഇതിനുള്ള ശാസ്ത്രീയ പരിശീലന പരിപാടികൾ പ്രത്യേകമായി ഇമേജ് നൽകുന്നു. ഇങ്ങനെ തരംതിരിച്ച് നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ അതേവിധം തന്നെയുള്ള വ്യത്യസ്ത കളർ കോഡഡ് കണ്ടെയ്നറുകളിലേക്ക് മാറ്റി ഇവ ശേഖരിച്ച് സൂക്ഷിക്കാനായി ഓരോ ഹെൽത്ത് കെയർ എസ്റ്റാബ്ലിഷ്മെൻറ്റും ഒരുക്കിയ കേന്ദ്രീകൃത ശേഖരണ മുറികളിലേക്ക് മാറ്റുന്നു. ഈ വിധം സെഗ്രിഗേഷൻ, കളക്ഷൻ പ്രക്രിയകൾക്ക് ശേഷം ട്രാൻസ്പോർട്ടേഷൻ എന്ന അടുത്ത ശ്രമകരമായ പടി ആരംഭിക്കുന്നു. ഇതിനായി പ്രത്യേകം സജ്ജീകരിച്ച, മുഴുവനായി മൂടപ്പെട്ട, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അംഗീകരിച്ച അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള 52 വാഹനങ്ങൾ ഇമേജ് ഉപയോഗിക്കുന്നു. ഓരോ വാഹനത്തിലും ഡ്രൈവർ, സാനിറ്ററി വർക്കർ, സൂപ്പർവൈസർ എന്ന തോതിൽ ജീവനക്കാരുണ്ട്. ഈ വാഹനങ്ങളെല്ലാം തന്നെ GPS സാറ്റലൈറ്റ് വെഹിക്കിൾ മോണിറ്ററിംഗ് സിസ്റ്റം വഴി സദാ നിരീക്ഷണ വിധേയവുമാണ്. ഇവയിലെല്ലാം പ്രത്യേകം ആപ്പ് ഇൻസ്റ്റാൾഡായ ആൻഡ്രോയിഡ് ഫോണും ലഭ്യമാക്കിയിട്ടുണ്ട്. ഓരോ യാത്രയ്ക്ക് മുൻപായും ഇതിൽ ജീവനക്കാരുടെയും യാത്രയുടെയും വിശദാംശങ്ങൾ, വാഹനത്തിൻ്റെ റൂട്ട് തുടങ്ങിയ കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് മാലിന്യ ശേഖരണത്തിന് മുൻപായി ഓരോ ആശുപത്രിയുടെയും QR കോഡ് സ്കാൻ ചെയ്യുന്നതും നിർബന്ധമാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അനുശാസിക്കുന്ന BMW റൂൾസ് അവലംബിക്കുന്ന ബാർകോഡ് സംവിധാനവും ഇമേജ് പൂർണ്ണമായി പാലിക്കുന്നു. ആകയാൽ ഓരോ ബാഗിലുമുള്ള ബാർകോഡുകൾ സ്കാൻ ചെയ്ത ശേഷം മാത്രമാണ് ഇവ ഇമേജിൻ്റെ വാഹനത്തിലേക്ക് കയറ്റപ്പെടുന്നത്. പ്രതിദിനം 10,000-ഓളം കിലോമീറ്റർ താണ്ടി ഈ വാഹനങ്ങൾ ഓരോ ആശുപത്രിയുടെയും പടിക്കൽ എത്തുന്നു. വർഷത്തിൽ 365 ദിവസവും, ഹർത്താലെന്നോ ആഘോഷങ്ങളൊന്നോ ഇല്ലാതെ. കേരളത്തിൽ തലങ്ങും വിലങ്ങും പായുന്ന ഇമേജ് വാഹനങ്ങൾ ഇന്ന് മലയാളിയുടെ പരിചിത കാഴ്ചയാണ്. ഈ വിധം പാറശാല മുതൽ കാസർഗോഡ് വരെ ശേഖരിക്കപ്പെടുന്ന ആശുപത്രി മാലിന്യങ്ങൾ അത്രയും
അതാത് ദിവസം തന്നെ ഇമേജിൻ്റെ പാലക്കാട് കഞ്ചിക്കോടുള്ള കേന്ദ്രീകൃത പ്ലാന്റിൽ എത്തുകയും ഇവിടെ ഈ മാലിന്യ ബാഗുകൾ ശേഖരണ ഹാളുകളിലേക്ക് ഇറക്കി ഓരോ ബാഗും തൂക്കി നോക്കപ്പെടുകയും ബാർകോഡുകൾ വീണ്ടും സ്കാൻ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇമേജ് ഉപയോഗിക്കുന്ന സൂക്ഷ്മമായ 20 അക്ക ബാർകോഡിൽ ബാഗിൻ്റെ നിറം, സപ്ലയർ, ഡിസ്ട്രിബ്യൂട്ടർ, ആശുപത്രി തരം, ജില്ല, അഫിലിയേഷൻ നമ്പർ, സിസ്റ്റം ജനറേറ്റഡ് യുണീക്ക് നമ്പർ എന്നിവ ആലേഖനപ്പെട്ടിരിക്കുന്നു. ഇതിനാൽ തന്നെ മാലിന്യമടങ്ങിയ ഓരോ ബാഗിൻ്റെയും പ്രാരംഭം മുതൽ സംസ്കരണം വരെയുള്ള ഓരോ നീക്കവും പൂർണ്ണമായി നിരീക്ഷിക്കുവാനും ഈ പ്രക്രിയയിൽ ഏതെങ്കിലും സ്ഥാപനത്തിന് അപാകത ഉണ്ടായാൽ അത് കണ്ടെത്തി തിരുത്തുവാനും ആവശ്യമായ പുനർപരിശീലനം നൽകുവാനും ഈ നൂതന സാങ്കേതിക വിദ്യ വഴി സാധിക്കുന്നു എന്ന വലിയ നേട്ടമുണ്ട്. തുടർന്ന് മാലിന്യ സംസ്കരണം എന്ന ബൃഹത്തായ ശാസ്ത്രീയ പ്രക്രിയ ആരംഭിക്കുന്നു. മഞ്ഞ ബാഗുകളിൽ ശേഖരിക്കപ്പെട്ട ശരീരഭാഗങ്ങൾ, പഞ്ഞി തുടങ്ങിയ മാലിന്യങ്ങൾ ഇൻസിനറേഷൻ എന്ന ശാസ്ത്രീയ കത്തിച്ചു കളയൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. അന്താരാഷ്ട്ര നിലവാരത്തിൽ റോട്ടറി ഇൻസിനറേറ്റർ ഉൾപ്പെടെ 5 ഇൻസിനറേറ്ററുകൾ ഇമേജിൽ പ്രവർത്തിക്കുന്നു. ഈ ബൃഹത് ഉപകരണത്തിലെ പ്രൈമറി ചേംബറിൽ 850 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും തുടർന്ന് സെക്കൻഡറി ചേംബറിൽ 1050 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുമായി ഈ മാലിന്യങ്ങൾ കത്തിക്കപ്പെടുന്നു. ഉയർന്ന താപത്തിൽ മാലിന്യങ്ങൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഉപോൽപ്പന്നം അണുവിമുക്തമാണ്. ഇതിൻ്റെ പുക ജലാംശം മാത്രമുള്ളതാകുന്നു. 100 അടി ഉയരമുള്ള വലിയ പുകക്കുഴലുകൾ വഴി ശുദ്ധ വെള്ളപ്പുകയായി അന്തരീക്ഷത്തിലേക്ക് ഇവ പുറംതള്ളപ്പെടുന്നു. ഈ പുകയിൽ വിഷലിപ്തമായ വായുഘടകങ്ങളുടെ അംശമെങ്കിലും ഉണ്ടോ എന്ന് തുടർച്ചയായി അളക്കുന്നതിനായി അത്യാധുനിക കണ്ടിന്യൂവസ് സ്റ്റാക്ക് എമിഷൻ മോണിറ്ററിംഗ് സിസ്റ്റം ഇമേജിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഡേറ്റ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നേരിട്ടുള്ള നിരീക്ഷണത്തിന് സദാ വിധേയവുമാണ്. ഇൻസിനറേറ്ററിൽ അവശേഷിക്കുന്ന നിർദോഷമായ ചാരം പ്രത്യേകം പണികഴിപ്പിച്ച ആഷ് പിറ്റുകളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഇവിടെ നിന്നും കേരള എൻവിറോ ഇൻഫ്രാസ്ട്രക്ചർ കെയിൽ കൊച്ചി എന്ന സ്ഥാപനം അത് നിശ്ചിത ഇടവേളകളിൽ നീക്കം ചെയ്യുന്നു. അങ്ങനെ മഞ്ഞ ബാഗിലെ മാലിന്യങ്ങൾ 100% നിർദോഷമായ പുകയും ചാരവുമായി തീരുന്നു. ചുവന്ന ബാഗിൽ ശേഖരിക്കുന്ന സിറിഞ്ച്, കാത്തേറ്റർ തുടങ്ങിയ മാലിന്യങ്ങൾ ഓട്ടോക്ലേവ് എന്ന പ്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. ലോകോത്തര നിലവാരത്തിലെ 5 ഓട്ടോക്ലേവുകൾ ഇമേജിൽ സ്ഥാപിതമാണ്. ഓട്ടോക്ലേവിലെ 121 ഡിഗ്രി സെൻറ്റിഗ്രേഡ് താപത്തിലും 15 PSI ഉയർന്ന മർദ്ദത്തിലും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അണുവിമുക്തമാക്കപ്പെടുന്നു. തുടർന്ന് ഇവ 150 മീറ്റർ നീളമുള്ള കൺവെയർ ബെൽറ്റ് സംവിധാനത്തിലൂടെ കടത്തിവിട്ട് തരംതിരിക്കലിന് വിധേയമാക്കുന്നു. വിശാലമായ സോർട്ടിംഗ് ഷെഡുകളിൽ ഡസൻ കണക്കിന് ജീവനക്കാരെ ഇതിനായി മാത്രം നിയോഗിച്ചിരിക്കുന്നു. ശ്രമകരമായ തരംതിരിക്കൽ പ്രക്രിയകളിലൂടെ വിവിധ പ്ലാസ്റ്റിക്, റബ്ബർ ഘടകങ്ങൾ പൂർണ്ണമായി വേർതിരിക്കപ്പെടുന്നു. പുനരുപയോഗ സാധ്യത ഇല്ലാതാക്കാനായി സിറിഞ്ചുകൾ ഷ്രെഡറിലൂടെ കടത്തി പൊടിക്കുന്നു. ബ്ലഡ് ബാഗ്, യൂറിൻ ബാഗ് മുതലായവ സ്ക്രാപ്പ് ഗ്രൈൻഡർ ഉപയോഗിച്ച് ചെറു കഷ്ണങ്ങളാക്കി കഴുകിയെടുക്കപ്പെടുന്നു. IV ബോട്ടിൽ, കവറുകൾ മുതലായവ ഹൈഡ്രോളിക് ബണ്ട്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് ഞെക്കി അമർത്തി പൊട്ടിച്ചെടുത്ത കെട്ടുകളാക്കുന്നു. ഇവയെല്ലാം തന്നെ പുനർചംക്രമണത്തിനായി നൽകപ്പെടുന്നു. ഗ്ലാസ് മാലിന്യങ്ങൾ ഓട്ടോക്ലേവിന് ശേഷം ബോട്ടിൽ സോർട്ടിംഗ് ഏരിയയിലെ സോർട്ടിംഗ് വൈബ്രേറ്ററുകൾ വഴി വിവിധ വലുപ്പത്തിലെ കുപ്പികളായി വേർതിരിച്ച് പുനർചംക്രമണത്തിനായി അയക്കപ്പെടുന്നു. ലോഹനിർമ്മിത മൂർച്ചയേറിയ സൂചി, ബ്ലേഡ് മുതലായ വസ്തുക്കൾ പ്രത്യേകം നിർമ്മിച്ച നീഡിൽ പിറ്റുകളിൽ നിക്ഷേപിക്കുന്നു. ഇതിനായി വിസ്തൃതമായ ഒരു പ്രദേശത്ത് വലിയ കോൺക്രീറ്റ് പിറ്റുകൾ ഇമേജ് നിർമ്മിച്ചിട്ടുണ്ട്. മാലിന്യ സംസ്കരണ വേളയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മലിനജലം ശുദ്ധീകരിച്ചെടുക്കാൻ പ്രതിദിനം 4.5 ലക്ഷം ലിറ്റർ ശേഷിയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലെ ഒരു എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. സ്ക്രീൻ ചേംബർ, ഗ്രിഡ് ചേംബർ, ഇക്വലൈസേഷൻ ടാങ്ക്, കെമിക്കൽ ഡോസേജ് ഏരിയ, പ്രൈമറി ക്ലാരിഫയർ, മൂവിംഗ് ബയോബെഡ് റിയാക്ടർ ടാങ്ക്, ഫ്ലാഷ് മിക്സിംഗ് ടാങ്ക്, സെക്കൻഡറി ക്ലാരിഫയർ, ഫില്ലർ ഫീഡ് ടാങ്ക്, പ്രഷറൈസ്ഡ് സാൻഡ് ഫിൽറ്റർ, ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്റർ എന്നീ വിവിധ ഘട്ടങ്ങളിലെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രക്രിയകളിലൂടെ മലിനജലം കടന്ന് ശുദ്ധജലമായി രൂപാന്തരപ്പെട്ട് ഫൗണ്ടൻ ടാങ്കിൽ എത്തുന്നു. ഈ വെള്ളം ഇമേജിൻ്റെ തന്നെ പൂന്തോട്ടം നനയ്ക്കാനും വാഹനങ്ങൾ കഴുകാനും മറ്റുമായി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ ഉപോൽപ്പന്നമായി ഉണ്ടാകുന്ന സ്ലഡ്ജ് ഡ്രൈയിങ് പിറ്റിൽ ശേഖരിക്കപ്പെടുകയും ലാൻഡ്ഫിൽ ഏരിയയിലേക്ക് മാറ്റി കെയിൽ കൊച്ചി വഴി നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. കൂടാതെ 380 kVA വരെ ശേഷിയുള്ള ജനറേറ്ററുകൾ,
15 ലക്ഷം ലിറ്റർ ശേഷിയുള്ള മഴവെള്ള സംഭരണി, സദാ നിരീക്ഷണത്തിനായി 64 CCTV സർവൈലൻസ് ക്യാമറ, ഫയർ ഹൈഡ്രന്റ് സിസ്റ്റം എല്ലാം ഇമേജ് സജ്ജമാക്കിയിരിക്കുന്നു. ഹരിതാഭയാർന്ന വൃക്ഷപ്പടർപ്പുകളാൽ ആവരണം ചെയ്യപ്പെട്ട 26 ഏക്കർ വിസ്തൃതിയിൽ പടർന്നു കിടക്കുന്ന ഇമേജ് പ്ലാന്റിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള ഗസ്റ്റ് ഹൗസ്, കോൺഫറൻസ് ഹാൾ, ഓഫീസ് റൂം, ക്യാൻറ്റീൻ, റെസ്റ്റ് റൂം, വെഹിക്കിൾ വാഷ് ഏരിയ എന്നിവയും സജ്ജമാണ്. 2001 ഒക്ടോബറിൽ പ്രാരംഭം കുറിച്ച് 2003 ഡിസംബർ 14 കമ്മീഷൻ ചെയ്യപ്പെട്ട് 25 ചുവടെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒരു ചെറുകാൽവെപ്പായി തുടങ്ങിയ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിൻ്റെ ഈ സ്വപ്ന പദ്ധതി ഇന്ന് ഏതാണ്ട് 500ഓളം പേർക്ക് പ്രത്യക്ഷ പരോക്ഷ തൊഴിൽ നൽകുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാലിന്യ സംസ്കരണ പ്രസ്ഥാനമായി പന്തലിച്ചു നിൽക്കുന്നു. പ്രതിദിനം ഭീമമായ 35 ടണ്ണോളം മാലിന്യ സംസ്കരണ ശേഷിയിൽ പ്രവർത്തിക്കുന്ന ഇമേജ് പ്ലാന്റിൻ്റെ 2018 ഒക്ടോബർ വരെയുള്ള കണക്ക് പ്രകാരം സർക്കാർ മെഡിക്കൽ കോളേജുകൾ, ഡെൻ്റൽ കോളേജ്, സർക്കാർ ആശുപത്രികൾ, ESI ആശുപത്രി തുടങ്ങി വെറ്റിനറി ഹോസ്പിറ്റൽ, PHCകൾ, ഗവൺമെൻറ് ക്ലിനിക്സ്, ലബോറട്ടറികൾ വരെ 911 സർക്കാർ സ്ഥാപനങ്ങൾ ഇമേജിൻ്റെ സേവനം തേടുന്നു. ഇതിൽ സർക്കാർ ആശുപത്രികളുടെ 33,722 ബെഡ് സ്ട്രെങ്ത്തിലെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ വരെ ഉൾപ്പെടുന്നു. സ്വകാര്യ മേഖലയിലെ ആശുപത്രികൾ, ക്ലിനിക്കുകൾ, ഡെൻ്റൽ ക്ലിനിക്, ലാബുകൾ സഹിതം 12,095 സ്ഥാപനങ്ങൾ, 59,544 ആശുപത്രി ബെഡ് സ്ട്രെങ്ത് ഉൾപ്പെടെ ഇമേജിൻ്റെ ഗുണഭോക്താക്കളാണ്. കൂടാതെ ഓൾഡ് ഏജ് ഹോം, ഡയാലിസിസ് സെൻറ്റേഴ്സ്, ഒപ്പം അഡോളസെൻ്റ് ഹെൽത്ത് കെയർ, സാനിറ്ററി നാപ്കിൻ ഡിസ്പോസൽ എന്ന ലക്ഷ്യത്തോടെ കൗമാരശ്രീ, ബ്ലഡ് ബാങ്കുകൾ, ആയുഷ് സ്ഥാപനങ്ങൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കുകൾ തുടങ്ങി 50ലേറെ ഇതര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബയോമെഡിക്കൽ വേസ്റ്റും ഇവിടെ സംസ്കരിക്കപ്പെടുന്നു. എല്ലാം സഹിതം 13,057 സ്ഥാപനങ്ങൾ 93,266 ബെഡ് സ്ട്രെങ്ത്തോടെ ഇമേജിൻ്റെ സേവനം തേടുന്നു. സർക്കാരിന് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന അപൂർവം സ്വകാര്യ സ്ഥാപനങ്ങളിലൊന്ന് എന്ന ഖ്യാതിയും ഇമേജിന് സ്വന്തം. ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയരായ GJ മൾട്ടിക്ലേവിൻ്റെ സാങ്കേതിക സഹകരണത്തോടെയാണ് IMA ഈ പദ്ധതി നടത്തിപ്പോരുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെയാണ് ഇമേജിൻ്റെ പ്രക്രിയകൾ ഒക്കെയും നടപ്പാക്കുന്നത്. www.imagima.org എന്ന വെബ് പോർട്ടൽ വഴി തന്നെ പുതിയ രജിസ്ട്രേഷൻ, ഫീസ് അടയ്ക്കൽ, പരിശീലന അഭ്യർത്ഥന ഒക്കെ നൽകാനാകും. പ്രത്യേക ലോഗിൻ ID ഉപയോഗിച്ച് കസ്റ്റമർ പോർട്ടൽ വഴി തന്നെ ബാർകോഡോടുകൂടിയ കളക്ഷൻ ബാഗുകൾക്കുള്ള ഓർഡർ നൽകാൻ സാധിക്കുന്നു. ഇമേജിൻ്റെ പെപ്സ് ഓതറൈസ്ഡ് ഡീലർമാർ ബാർകോഡഡ് കളക്ഷൻ ബാഗുകൾ അതാത് സ്ഥാപനങ്ങളിൽ എത്തിക്കുന്നു. പ്രത്യേക കസ്റ്റമർ ലോഗിൻ ID ഉപയോഗിച്ച് കളക്ഷൻ ബാഗുകൾ വാങ്ങാനും എല്ലാം ഓൺലൈൻ വഴി തന്നെ സാധിക്കുന്നു. മലിനീകരണ നിയന്ത്രണം, പാരിസ്ഥിതികം, പൊതുജനാരോഗ്യം തുടങ്ങി ഇന്ന് രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് 100% ശാസ്ത്രീയമായി, പരിപൂർണ പരിസ്ഥിതി സൗഹാർദ്ദപരമായി, ലോകോത്തര നിലവാരത്തിലാണ് ഇമേജ് പ്രവർത്തിക്കുന്നത്. ഈ പ്രത്യേകതകൾ കൊണ്ട് തന്നെയാണ് ഏഷ്യയിലെ ഏറ്റവും മികച്ച കോമൺ ബയോമെഡിക്കൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ ഫെസിലിറ്റിയായി ഇമേജ് മാറിയത്. പ്രതിബന്ധങ്ങൾ ഒട്ടനവധി തരണം ചെയ്തുകൊണ്ട് IMA നേതൃത്വം ദീർഘവീക്ഷണത്തോടെ ഈ പദ്ധതി ഇവിടെ നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ മാലിന്യ പ്രശ്നം ആശുപത്രി മാലിന്യങ്ങളായിരുന്നേനെ എന്നുപോലും നാം ആരും അറിയുന്നേയില്ല. ചില വിശേഷണങ്ങൾ ആലങ്കാരികമാണ്, മറ്റു ചിലത് അർഹതയുടെ അംഗീകാരവും. കേരള IMA മോഡൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് ആഗോള സമൂഹം കേരള IMAയ്ക്ക് തുല്യം ചാർത്തിത്തന്ന ഈ വിശേഷണം അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. ഇമേജ് വഴി മാനവരാശിക്കും വൈദ്യസമൂഹത്തിനൊന്നടങ്കവും IMA നൽകുന്ന മഹത്തായ സംഭാവനയ്ക്കുള്ള അംഗീകാരം. ശാസ്ത്രീയ മാലിന്യ സംസ്കരണ രംഗത്ത് ചരിത്രത്താളുകളിൽ ഇടം പിടിക്കുന്ന നിശബ്ദ വിപ്ലവം നയിച്ചതിനുള്ള അംഗീകാരം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് ഒന്നടങ്കം അഭിമാനിക്കാവുന്ന ഒരു മഹത്തായ പദ്ധതി നടപ്പിലാക്കിയ IMA കേരള നേതൃത്വത്തിൻ്റെ ധീഷണയ്ക്കുള്ള അഭിവാദ്യം. ഇമേജ്, IMA ഗോസ് ഇക്കോ ഫ്രണ്ട്ലി. ഇമേജ്, കഞ്ചിക്കോട്, പാലക്കാട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് IMA സ്റ്റേറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ്, ആനയറ, തിരുവനന്തപുരം. ഫോൺ 0427411188. ഇമെയിൽ imageIMAKSBTVM@gmail.com.